ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആന്തരിക മനുഷ്യനെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തുള്ള ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ യഹോവ എൻ്റെ ആത്മാവ് മനുഷ്യനോട് എന്നേക്കും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലേ, അവൻ്റെ കാലം 120 വർഷമാകും എന്ന് അരുളിച്ചെയ്തു. മലയാളം ബൈബിൾ വായിച്ചാലൊന്നും ഇതൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല, കാരണം തർജ്ജിമ എഴുതി വന്നപ്പോൾ ശകലം മിസ്റ്റേക്കുകൾ അവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാൽ ആംപ്ലിഫറിൽ എഴുതിയിരിക്കുന്നത് ദെൻ ദ ലോർഡ് സെഡ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് ഫോർ എവർ ഡെവൽ ആൻഡ് സ്ട്രൈവ് വിത്ത് മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ സ്ട്രൈവ് എന്നതിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ എടുത്ത് നോക്കിയാൽ കഠിനമായി പരിശ്രമിക്കുക എന്നുമുണ്ട്, പോരാടുക എന്നും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ യാഥാർത്ഥ്യമായി ദൈവവചന വ്യവസ്ഥയിൽ ജീവിപ്പിക്കാൻ വേണ്ടി ദൈവം കഠിനമായി പോരാടുന്നു എന്നർത്ഥം. അങ്ങനെയായിരുന്നു അത് എഴുതേണ്ടത്. എൻ്റെ ആത്മാവ് മനുഷ്യനോട് എന്നേക്കും പോരാടിക്കൊണ്ടിരിക്കുകയില്ല എന്നായിരുന്നു എഴുതേണ്ടത്. പക്ഷേ മലയാളത്തിൽ പോരാട്ടത്തിന് വേറൊരു അർത്ഥം ഉണ്ടായിരുന്നുകൊണ്ട് അതിങ്ങനെ എഴുതി വെച്ചു, വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് എഴുതി വെച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അർത്ഥം വരേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രശ്നങ്ങളിൽ പെട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പദ്ധതിക്കകത്ത് പെടാതിരിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ കഠിനമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ആരോട്? നമ്മളോടും പിന്നെ പിശാചിൻ്റെ സംവിധാനങ്ങളോടും പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന. അവിടെ പോരാടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വാതന്ത്ര്യം വ്യക്തിക്കായതുകൊണ്ട്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പോരാടുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് ഞാനായതുകൊണ്ട് അവന് വാദിച്ചു കൊണ്ടിരിക്കാമെന്നല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റാത്തത്ര വലിയൊരു സംവിധാനം എൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഉദാഹരണം, പരിശുദ്ധാത്മാവ് വന്നാൽ പാപം, നീതി, ന്യായവിധി എന്നിവയെക്കുറിച്ച് ബോധം വരുത്തും. അന്നേരമാണ്ടെ ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ക്യാൻസർ മാറുമെങ്കിൽ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതൊക്കെ ചെയ്യുമെങ്കിൽ, പരിശുദ്ധാത്മാവ് വന്നാൽ ഇപ്പോൾ പറയുന്ന വിസ വരുമെങ്കിൽ, ക്യാൻസർ മാറുമെങ്കിൽ എന്നൊക്കെയാണ്. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല. ഉൽപ്പത്തി 6:5 വായിച്ചേ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷത്തിലേക്കാകുന്നു എന്നും യഹോവ കണ്ടു. ഇതാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത്. ഇത് സങ്കീർത്തനത്തിനകത്ത് 52-ാം അധ്യായത്തിനകത്ത് 2-3 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് 52:2 പറയുന്നു, വഞ്ചന പ്രയോഗിക്കുന്നവനെ നിൻ്റെ നാശമാസൂത്രണം ചെയ്യുന്നു, അത് മൂർച്ചയേറിയ ക്ഷൗരക്കത്തി പോലെയാണ്. നീ നന്മയേക്കാൾ തിന്മയെ ഇഷ്ടപ്പെടുന്നു, സത്യം പറയുന്നതിനേക്കാൾ വ്യാജഭാഷണം തിരഞ്ഞെടുക്കുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, ദോഷം വിതയ്ക്കുന്ന വാക്കുകളെ നീ പ്രിയപ്പെടുന്നു. തീർച്ചയായും ദൈവം നിന്നെ നിത്യനാശത്തിലേക്ക് നയിക്കും. നിൻ്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ പറിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവനുള്ളവരുടെ ദേശത്ത് നിന്നും അവിടുന്ന് നിന്നെ വേരോടുകൂടി പിഴുതെറിയും. എന്തിനാണെന്നറിയാവോ? നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും. ഇല്ലെങ്കിൽ ഈ നീതിമാന്മാരായിട്ടുള്ളവന്മാരൊക്കെ ഇത് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ചാറിപ്പുറപ്പെടും. സത്യസന്ധമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം സഭ നടത്തുക എന്നതും ദൈവവചനം പ്രസംഗിക്കുക എന്നതും ഒരു കൃഷിയൊന്നും അല്ലത്. ഇതുകൊണ്ട് കോടാനുകോടി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു രീതി അല്ലിത്. ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തിലും വലുതായതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന ഒരു നിശ്ചിത സംഘം ആത്മാക്കളെ നിത്യതയോളം പഠിപ്പിച്ചെത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവരാജ്യ ശുശ്രൂഷകൻ്റെ വേല. അവൻ അതിന് തക്കവണ്ണം പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വിശുദ്ധ ജീവിതം ചെയ്യുകയും ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനം തെറ്റിദ്ധരിക്കും ശുശ്രൂഷകൻ പറഞ്ഞാലേ ഇത് വരുള്ളൂ. അങ്ങനെ പറയുമ്പോൾ പിന്നെ ജനം യഥാർത്ഥത്തിൽ ശുശ്രൂഷകരായ നിഷ്കളങ്കരായ സാധുക്കളുടെ അടുത്ത് നിന്ന് ഇതുപോലെയുള്ള കള്ളന്മാരുടെ അടുത്തേക്ക് നീങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടണമെങ്കിൽ ദൈവം ചിലത് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ നടപടികളിലേക്ക് പോകാതെ യോഗ്യമായി മാനം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുവാൻ ഒരുങ്ങട്ടെ, ക്രമീകരിക്കട്ടെ എന്ന് നമുക്ക് വായിക്കാം.
അപ്പോൾ സങ്കീർത്തനം 51:12 വായിച്ചേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ, എന്നെ നിലനിർത്തുവാനായി സന്നദ്ധതയുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞിട്ട് ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയേക്കുന്നത് റീസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ ആൻഡ് അപ്ഹോൾഡ് മീ വിത്ത് എ വില്ലിംഗ് സ്പിരിറ്റ്. മനസ്സൊരുക്കം എന്നല്ല എഴുതിയേക്കുന്നത്, രക്ഷയുടെ സന്ദേശം എനിക്ക് തിരിച്ചു തരാൻ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെ എനിക്ക് തരണമെന്ന് എഴുതിയേക്കുന്നത്. മനസ്സൊരുക്കമെന്നല്ല, രക്ഷയുടെ സന്ദേശം എനിക്ക് തിരിച്ചു തരാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു ആത്മാവിനെ തരണമെന്ന് എഴുതിയേക്കുന്നത്. അതങ്ങനെ എഴുതി തന്നെ വരണമായിരുന്നു. രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് പോകാതെ അതെനിക്ക് മടക്കിത്തരാൻ റീസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ ആൻഡ് അപ്ഹോൾഡ് മീ വിത്ത് എ വില്ലിംഗ് സ്പിരിറ്റ്. രക്ഷയുടെ സന്ദേശം എനിക്ക് തിരിച്ചു തരാൻ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. അതായിരുന്നു തർജിമ വരേണ്ടതും. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ വേറൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അവനെ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. ആണായാലും പെണ്ണായാലും ആ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. വെളിയിലിരിക്കുന്നതും ചിരിക്കുകയും കരയുകയും സത്യവും കള്ളവും ഒക്കെ ആവശ്യം വരുന്ന സത്യവും നുണയും ഒക്കെ ആവശ്യത്തിനൊത്ത് പറയും. പക്ഷേ ഉള്ളിലിരിക്കുന്നവൻ ഇതിനെല്ലാം സാക്ഷിയാണ്. ഒരു വാക്യം വായിക്കാൻ, 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആന്തരിക മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുന്നതിലും പെട്ടെന്നാണ് ഇവിടുത്തെ ആന്തരിക മനുഷ്യൻ എല്ലാവരുടെയും ക്ഷയിക്കുന്നത്. കാരണം വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കല്ല, തെറ്റിനകത്താണ്. പൗലോസ് ഇവിടെ പറയുക, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ആയുസ് കർത്താവ് ദൈവം വെച്ചിരിക്കുന്നത് 120 വർഷമാണ്. ആ സമയത്തിനനുസരിച്ച് ഇപ്പം കേരളത്തിലൊക്കെ 70-80 വരെയൊക്കെ അങ്ങേറ്റേ ഉള്ളൂ. അപൂർവം ചിലതൊക്കെ ഇങ്ങനെ വീട്ടുകാർക്ക് ഭാരമായിട്ടൊക്കെ ചില ഇച്ചിരി മുന്നോട്ടൊക്കെ പോകാറുണ്ടെങ്കിൽ പോലും സത്യത്തിൽ മനുഷ്യൻ്റെ ആയുസ് 70 അല്ലെങ്കിൽ 80 അത്രേ ഉള്ളൂ. മോശം അതാ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 120 അന്നത്തെ കാലത്താണ്. ഈ 70 അല്ലെ 80 വയസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നു, ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആന്തരിക മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിലുള്ള മനുഷ്യന് വെളിയിലുള്ള മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ അവയവങ്ങളുടെയും ഒറിജിനൽ ഉള്ളിലുള്ളവൻ്റെ കയ്യിലാണ്. എല്ലാ അവയവങ്ങളുടെയും ഒറിജിനൽ ഉള്ളിലുള്ളവൻ്റെ കയ്യിലാണ്. യഥാർത്ഥത്തിൽ പുറമേ ഉള്ള മനുഷ്യൻ്റെ നിയന്ത്രണം അകത്തേ ഉള്ളവൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്. ഉള്ളിലുള്ളവനെയും അവൻ്റെ ശക്തിയെയും നാം അറിയാതിരുന്നാൽ നമ്മുടെ ജയജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടാകും. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെയും അവൻ്റെ ശക്തിയെയും കുറിച്ച് നാം അറിയാതിരുന്നാൽ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. ഉള്ളിലുള്ളവൻ്റെ കയ്യിൽ നിയന്ത്രണം ഏൽപ്പിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവനും കൂടെ ആണെങ്കിൽ പുറമേ ഉള്ളവൻ സ്വസ്ഥമായിരിക്കും. എന്നാൽ പുറമേ ഉള്ളവൻ കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയാൽ ആ മനുഷ്യൻ മൊത്തത്തിൽ അസ്വസ്ഥനായിരിക്കും. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തനായിരുന്നാൽ അവൻ പുറത്തെ മനുഷ്യനെയും കൂടെ നിയന്ത്രിച്ചാൽ രക്ഷിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവുമായി ചേർന്ന് ദൈവവചന വ്യവസ്ഥയ്ക്ക് അവൻ പുറത്തെ മനുഷ്യനെ ശക്തനായി നിയന്ത്രിച്ചാൽ ആ മനുഷ്യൻ്റെ അകവും പുറവും സ്വസ്ഥമായിരിക്കും. അതാ ദാവീദ് പറഞ്ഞത്. ദാവീദ് പാപമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുക, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറഞ്ഞ് ഇവൻ അസ്വസ്ഥനായിപ്പോയി. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഞാനത് വീണ്ടും പറയുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരാൻ ശക്തമായി പ്രവർത്തിക്കുന്ന ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തെ മനുഷ്യനും എൻ്റെ പുറത്തെ മനുഷ്യനും ഒരുപോലെ സന്തോഷിക്കത്തക്ക വിധം എന്നെ നയിച്ചുകൊണ്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നിൽ പരിവർത്തിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. ഈ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് അധികം വഹിക്കാനൊന്നും ശേഷിയില്ല, ഞാൻ പോയ എൻ്റെ പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പെന്തക്കോസ്താ നാളിൽ ഇറങ്ങി വന്നതിനെ സ്വീകരിച്ചുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളിലുള്ള ബാഹ്യ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും
ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചു വരുന്നു. കാരണം അവൻ അവൻ്റെ രാജ്യത്തേക്കും അവൻ്റെ ലോകത്തേക്കും പോകാൻ റെഡിയായി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഇവിടുത്തെ കെട്ടിടമോ ഇവിടുത്തെ സംവിധാനങ്ങളോ ഇവിടുത്തെ സാഹചര്യങ്ങളോ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. അത് ദൈവം തരും. സമൃദ്ധിയോടെ ദൈവം നമ്മളെ നടത്തും. പക്ഷേ അതിനപ്പുറം ദൈവത്തോട് വില പേശാൻ പോകുമ്പോൾ പിന്നെ അവന് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് മടങ്ങിച്ചെന്നില്ല ഒരു അവസരം ഉണ്ടാവില്ല. അവനെ സാത്താൻ കയ്യോടെ കൊണ്ടുപോകും. കാരണം ഈ കാണുന്നതെല്ലാം സാത്താൻ്റെ ആയതുകൊണ്ട് അവനെ നമസ്കരിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വ്യവസ്ഥിതിയിൽ അവൻ അങ്ങോട്ട് പോകുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് സാത്താൻ പോകും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിനായി സ്തോത്രം. എന്നെയും കേൾവിക്കാരെയും അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഇത് ബലമായി മാറണമേ. കർത്താവേ, ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, നിത്യതയിൽ അങ്ങയുടെ മുഖം നഷ്ടപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകാതെ, പ്രശ്നങ്ങളിൽ പെട്ടു പോകാതെ യോഗ്യമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ അധികമായി പരിവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ ഇടയാക്കണം. ഹൃദയം തുറന്നു കൊടുക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.